जी अच्छा है, पक्का है। मुझे थोड़ा सा कच्चा कच्चा सा लग रहा है। अच्छा टोटल 360 ചേട്ടാ എനിക്കൊരു ജോലി തരാമോ? ഇവിടെ ജോലിയൊന്നുമില്ല, പോയിക്കേ പോയിക്കേ. പ്ലീസ് ചേട്ടാ ഒരു ജോലി തരാമോ? ഇവിടെ ജോലിയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ, പോയിക്കേ പോയിക്കേ. പ്ലീസ് എന്തെങ്കിലും ഒരു ജോലി തന്നാ മതി. നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടെ ജോലിയില്ലെന്ന്, പോയിക്കേ. ഭക്ഷണം കഴിക്കാനുള്ള കാശ് തന്നാ മതി, ശമ്പളം വേണ്ട. അയ്യോ ഞാനൊന്നുള്ളേ, ഈ മലയാളിക്ക് ജോലി വാങ്ങിച്ചു കൊടുത്താലേ എനിക്ക് പണി കിട്ടും. പോ പോ പോ. അതെന്താ? അതോ, ഇതുപോലൊരു മലയാളി സേട്ടാൻ ഇവിടെ വന്ന് ജോലി ചോദിച്ചു, അവസാനം എനിക്ക് പണി കിട്ടി. അതുകൊണ്ട് മലയാളിക്ക് ഇവിടെ പണിയില്ല. പോ പോ. ചേട്ടാ എനിക്കൊരു ജോലി തരാമോ? ഇവിടെ ജോലിയൊന്നുമില്ല, പോയിക്കേ പോയിക്കേ. പ്ലീസ് എന്തെങ്കിലും ഒരു ജോലി തരണം. ഇവിടെ എന്ത് പണി? ഇവിടെ എനിക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ, ഇവിടെ ആള് വേണ്ട. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഭക്ഷണം കഴിച്ച് 2 ദിവസമായി ചേട്ടാ. ഭക്ഷണം കഴിക്കാനുള്ള കാശ് മതി, ശമ്പളം വേണ്ട. ആ അത് വേണം, ഞാൻ ചെയ്യാം. ഭക്ഷണം വാങ്ങി തരാം, വാ. എനിക്ക് ഭക്ഷണമല്ല ചേട്ടാ വേണ്ടത്, ഒരു ജോലിയാ. ചേട്ടാ ചേട്ടന് ഇവിടെ എപ്പോഴും ഉണ്ടാവൂലല്ലോ, ഉണ്ടാവുക ഏതെങ്കിലും അവിടെ ഇവിടെ ചോറിനാനും ചായ കുടിക്കാനൊക്കെ ആവും. ഈ കൊച്ചവിടെ ഇരിക്കട്ടെ, കൊച്ചിന് പണിയൊന്നും ഇല്ലാതെ നടക്കണ കണ്ടാ വീട്ടിൽ വെച്ച് കഞ്ഞിയും കുടിച്ചുണ്ടാവൂല, ചോറ് നിന്നിട്ടുണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. അവിടെ ഇരിക്കട്ടെ വല്ലോട്ട്. ഇത് ശരിയാ, പക്ഷെ ഒരാളെ ശമ്പളത്തിൽ നിർത്താനുള്ള വിട്ടുവരവൊന്നും ഇല്ലാന്നറിയാമോ. ഞാൻ പറഞ്ഞതേ ഉള്ളു, നീ ചേട്ടൻ ഇഷ്ടം. ആ ശരി, ഇന്നേരം പോകുമ്പോ എന്തെങ്കിലും തരാം. ആ അത് മതി. ഇപ്പൊ അതൊക്കെ മതിയെന്ന് പറയും. കുറച്ച് കഴിഞ്ഞ് പൊടിയും കൊണ്ട് സമരത്തിന് വന്നേക്കരുത്. ഏത് ശമ്പളം കൂട്ടിത്തരാം. അതൊന്നും ഇല്ല ചേട്ടാ, ഞാൻ ശമ്പളമൊന്നും കൂട്ടിച്ചോദിക്കില്ല നീ. ആ ശരി ശരി, ഇവിടെ നിന്നോ. വീട് എവിടാ? വൈറ്റിലല്ല ചേട്ടാ, വാടകയ്ക്ക് താമസിക്കുക. സ്വന്തം വീട് തൃശ്ശൂരാ. ഭർത്താവും പിള്ളേരും? ഭർത്താവ് സുഖമില്ലാണ്ട് കിടപ്പാ, 2 പെമ്മക്കളാ. കുടുംബം എന്റെ തലയില ചേട്ടാ. ആ അത് ശരി, പോകാൻ നേരത്തെ ഒരു 500 രൂപ ഞാൻ തരാം. നന്ദിയുണ്ട് മുതലാളി. എന്റെ മുതലാളി ഇതൊക്കെ വില എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ട് 250. കുറച്ച് സാധനത്തിന് വിലയില്ല, ഈ പറഞ്ഞതിന് അടിയിൽ വിലയുണ്ട്. എലിപ്പെട്ടിക്കാണെങ്കിൽ ഇത് 110 രൂപ, പിന്നെ കൂടുതൽ 150 രൂപ വില. ചെറുത് 80 രൂപ. അത് കതിരാണെങ്കിൽ 700. കതിര്
പിന്നെ വിളക്ക് 550, പൂക്കോളത്ത്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഫോൺ നമ്പർ ഉണ്ട്. പിന്നെ ഈ അമ്മിക്കല് 950 രൂപ. പാർട്ടിയിൽ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വന്നാലേ കൊടുത്ത് അങ്ങനെ അവർ അഡ്വാൻസ് വന്നിട്ട് പോകും. പിന്നെ വിഷ്ണു അവര് ശിവൻ 950. ഈ കുപ്പിക്കാണെങ്കിൽ 120 രൂപ കുപ്പിക്ക്. തുളസിത്തറ ഇത് 950, ഇത് 2000 രൂപ. അതിലും വരാമെന്നൊരു 50 രൂപ കുറച്ച് കൊടുത്തു. പിന്നെ ഇത് ചെറുത് വേണമെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കൊടുക്കും 800 രൂപ. ഇതിനൊക്കെ വിലയുണ്ട്, 250 രൂപ. വെട്ടിലിനൊക്കെ വിലയാണ്. ഇതിന്റെ വില 400 രൂപ. ആൾക്കാർ വരുമ്പോൾ പറഞ്ഞു കൊടുക്കണം ഇത് പ്ലേറ്റാ, പ്ലേറ്റ് വണ്ടിയുടെ ലീഫാന്ന് പറഞ്ഞു. ശരി മുതലാളി. ആ പിന്നെ അരമുണ്ട്, അരം വേണമെങ്കിൽ 40 രൂപ ഉണ്ട്. അര 60 രൂപ. അരവേ ഇത് കൊടുക്കണ്ടേ, ഇത് നമ്മൾ ഉപയോഗിക്കും. ഇതൊക്കെ അതേ റേറ്റാ. പിന്നെ അത് ഇതിന്റെ വലുതുണ്ട് 140 രൂപ. ശരി മുതലാളി. പിന്നെ ബുദ്ധൻ ഇത് 80 രൂപ. ശരി മുതലാളി. പിന്നെ ഈ ചെറിയ സ്പൂണ് മരത്തിന്റെ 10 രൂപ. ശരി മുതലാളി. പിന്നെ തവി ചോദിക്കും ചിലരെ, ചേട്ടത്തവി 40 രൂപ. 40. പിന്നെ കൂജ 230, 300 രൂപ. ഇത് 2 കിലോ. ചില ആൾക്കാരോട് 2 കിലോ ഉപ്പ് കൊള്ളാനുള്ളത് 240. ഇത് വില എഴുതിയിട്ടുണ്ട്. പിന്നെ ആരെയും വാങ്ങി ചോദിച്ചാൽ 10 രൂപ കുറച്ച് കൊടുക്കാൻ പറഞ്ഞാൽ കുറച്ച് കൊടുക്കും. പിന്നെ അകത്ത് സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഈ വലിയ സാധനങ്ങളുണ്ട്, കറി അതുപോലെ ഇതൊക്കെ ആ സൈഡിൽ ഇരിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുണ്ട്. സംശയം കൊണ്ട് വിളിച്ചാൽ മതി. ശരി മുതലാളി. ഇതിനകത്ത് ഇരിപ്പുണ്ട് സാധനം. എല്ലാം പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ. മനസ്സിലായി മുതലാളി. നിന്റെ പേര് പറഞ്ഞില്ല. അനിത. നിന്റെ പേര് പറഞ്ഞില്ല. അനിത. നല്ല ഞാനൊന്ന് വീട് വരെ പോവാ. കട നന്നായി നോക്കിക്കോണം കേട്ടോ. ശരി മുതലാളി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ശരി, എന്നാ അവിടെ പോയിരുന്നു കയ്യിലും വരുമ്പോഴേ എഴുതേറ്റ് കൊടുത്താൽ മതി. ഞാൻ പോട്ടെന്നാ വീട് അവിടെ. ചേട്ടനുണ്ടായിരുന്നല്ലോ. ചേട്ടൻ വീട്ടിലേക്ക് പോയിക്കാ. ആണോ? നോളാണ് എപ്പോഴും വെക്കണം. അപ്പൊ എല്ലാം വില ചോദിച്ചേക്കണോ ഇതെല്ലാം? അതെ. ഇതെന്താ വില? ഇതിന് 400 രൂപയാണ്. ചേച്ചി 200 രൂപ തന്നാ മതി. അതിന്റെ ഡിസ്കൗണ്ട് ആണോ? ഡിസ്കൗണ്ടാ. ആണോ? എനിക്കതൊരെണ്ണം വേണം. വേറെ ഒന്നും ഇല്ല ഇവിടെ. കവറില്ല ചേച്ചി. വേറെ എന്തെങ്കിലും വേണോ? എന്താണ് വേറെയൊക്കെ വില കുറവുണ്ടോ? എല്ലാത്തിനും വില കുറവ്, എല്ലാത്തിനും ഡിസ്കൗണ്ടാ. ഇത് 280 ആണെങ്കിൽ ഇതിന് പകുതി വില തന്നാ മതി. കിറ്റിലിട്ട് തരുമോ? എല്ലാം കൂടെ പിടിക്കാൻ പറ്റൂലോ. വേറെ എന്തെങ്കിലും വേണം ചേച്ചി? വേറെ വരാൻ ചേച്ചിക്ക് ഇത് പിടിച്ചോണ്ട് പോകാൻ പറ്റൂല. നാളെ മറ്റന്നാളെ വരാല്ലേ കേട്ടോ. ഇപ്പൊ എത്രയും മൊത്തം? ഇപ്പൊ 360 രൂപ. ഗൂഗിൾ പേ ആണ്. ഗൂഗിൾ പേ ഇതിൽ ചെയ്തോളൂ കേട്ടോ. 360 രൂപ.
ഇതിന് എത്ര? ഇത് 400 രൂപയാണ്. ചേട്ടന് 200 തന്നാ മതി കൊണ്ടുപോകോളോ. 150 രൂപ. 150 രൂപയിൽ മതി. പാക്ക് ചെയ്യട്ടെ? വേറെ എന്തെങ്കിലും എടുക്കണ്ടോ? ഇത് എത്രയാണ്? ഇതിന് 100 തന്നാ മതി. 75 രൂപ. സാറിന് ചേട്ടനായതുകൊണ്ട് ചില കുറച്ച് തരാം. വേറെ എന്തെങ്കിലും എടുക്കണ്ടോ? ഇത് വാങ്ങിച്ചോളൂ, നല്ലതാ, നല്ല റേറ്റ് കുറവുണ്ട്. 50 രൂപയ്ക്ക് അതാ മതി. നല്ല റേറ്റ് കുറവാ. 5 രൂപ. നീ എടുത്തോളോ. ഇതില് 500 രൂപ വരുന്നുണ്ട്. ഓ ചേട്ടാ, 250 രൂപ കൊടുക്കും. 100 രൂപയ്ക്ക് എടുത്തോ. നല്ല കാലാവസ്ഥയുള്ളതല്ലേ, 300 രൂപയ്ക്ക് എടുത്തോളോ. 500 രൂപയുടെ സാധന 300 രൂപയ്ക്ക് തരാം. ആ 180 ചേട്ടൻ 80 രൂപ എന്നുള്ള കൊണ്ടുപോകോളാം. ടോട്ടൽ എത്ര? അതെല്ലാം കൂടി 1060 രൂപ വരുന്നുണ്ട്. 1600. 1600. അത് ഇത് 10 രൂപ. ഇത് 300 രൂപ. 250 ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. 300 രൂപയാ. എല്ലാം കൂടി എത്ര? 1600 രൂപ. 1600. ഗൂഗിൾ പേ ചെയ്തോളൂ ചേട്ടാ. ഗൂഗിൾ പേ എത്ര? 1600 രൂപ. ക്യാഷ് വേണ്ട, ഗൂഗിൾ പേ ചെയ്താൽ മതി. ചെയ്താൽ മതി. ശരി, ആയിക്കോട്ടെ. ശരി കേട്ടോ. കച്ചവടം അടിപൊളിയായിരുന്നു ചേട്ടാ. കത്തി കൊടുത്താൽ കത്തി കൊടുത്ത് കുട്ടികൂടെ പോയിട്ടുണ്ട്, ചെക്ക് പോയിട്ടുണ്ട്. ഒരുപാട് നാളായി കുട്ടിയോടെ ടീം പോയി. ചെക്കൻ പോയി. ആള് പഠിക്കാണല്ലോ. കച്ചവടം നല്ലതായിരുന്നു. ചായ കുടിച്ചാ? ചായ ഇന്നത്തെ കച്ചവടത്തിൽ ഞാൻ സന്തോഷവാനാണ്.
എന്നാ എന്നെ ഇവിടെ സ്ഥിരമാക്കിക്കൂടെ? സ്ഥിരമാക്കിയിരിക്കുന്നു. നല്ല കച്ചവടമല്ലോ നീ ഇന്ന് ചെയ്ത്. എത്ര നാളെ ഞാൻ കച്ചവടമൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു. സ്ഥിരമാക്കിയിരിക്കുന്നു. എന്നാ ശരി മുതലാളി, ഞാൻ പോയിക്കോട്ടെ, നാളെ വരാം. രാവിലെ വരണം. ശരി. അതാണ് പെണ്ണുങ്ങൾ കച്ചവടം വെച്ചാലുള്ള ഗുണം. ഇന്നത്തെ കാര്യം കോളടിക്കും. കച്ചവടമൊക്കെ 1 മാസം 2 മാസം കൊണ്ടായി ഇരിക്കാൻ തുടങ്ങി. അയ്യോ അയ്യോ അവളെന്റെ പൈസ എല്ലാം കൊണ്ടുപോയല്ലോ. ഇത്ര രൂപയുടെ കഷ്ടമായി. ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ എല്ലാം അവൾ കൊണ്ടുപോയി. ചട്ടിയും കലത്തിൻ്റെ എല്ലാം പൈസ കൊണ്ടു. ഞാൻ ഇനി എവിടുന്ന് മേടിക്കും? നല്ല കച്ചവടം കിട്ടുമെന്ന് പറഞ്ഞാൽ അവളെ ഇരുത്തിയിട്ട് പോയി. എല്ലാം പോയി, എല്ലാം പോയി. കള്ളപ്പേരായിരിക്കും അവൾ പറഞ്ഞതല്ല, ഫോൺ നമ്പരും കള്ളമായി. അയ്യോ എൻ്റെ പുട്ടുകുറ്റി പോയി, എൻ്റെ പുട്ടുകുറ്റി പോയി, ചട്ടി പോയി, കറിച്ചട്ടി, അയ്യോ കലം, അയ്യോ അയ്യോ കത്തി, അയ്യോ കൊടുവാളെല്ലാം പോയി. അവൾ എല്ലാം എടുത്തോണ്ട് പോയി. എത്ര രൂപ പോയി? അയ്യോ ചട്ടിയും കട്ടി എല്ലാം പോയി. ചീനച്ചട്ടി ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. അയ്യോ എന്ത് ചെയ്യാൻ, എല്ലാം പോയി. ओ भाई भाई ഓ എന്ത് പറ്റി ചേട്ടാ? वो लड़की मेरा पैसा पूरा लेके गया. പൈസ എല്ലാം കൊണ്ടുപോയി അവള്. ഞാൻ അവിടുന്ന് നീ നോക്കുമെന്ന് നീ നോക്കിയില്ലല്ലോ. അവിടെ എന്റെ പൈസ എല്ലാം അവള് ഇതിനകത്ത് ഒരു പൈസ ഇല്ല. 10 എന്റെ പുട്ടുകുറ്റി പോയി. വലിയ പുട്ടുകുറ്റി 450 രൂപ പുട്ടുകുറ്റി. ഇതുപോലത്തെ 4 എണ്ണം ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി. ചട്ടിയൊന്നുമില്ല, എല്ലാ സാധനവും അവള് കൊണ്ടുപോയി. ഇടികല്ല് 4 ഇടികല്ലും ഉണ്ടായിരുന്നു, ഒന്നും കാണുന്നില്ല. ഞാനോട് ഇത്രയും കച്ചവടം എങ്ങനെ കിട്ടിയെന്നാണ് വിചാരിച്ചു. നീ നോക്കണ്ടായിരുന്നു അവിടെ. എന്റെ അടുത്ത് ആദ്യം വന്നതല്ലേ, അപ്പൊ ഞാൻ ജോലിക്ക് ഇട്ടോ? അല്ലാതെ മറ്റേ ചേച്ചിയുണ്ട്, അതുകൊണ്ട് അവര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. എന്റെ ദൈവം, ഞാൻ കടം മേടിച്ച് കൊണ്ടുവന്നത്. ഞാൻ ഇനിയിപ്പോ തട്ടിക്കാരുടെ എന്തോ പറയും. വന്ന് ജോലി ചോദിക്കുന്ന എല്ലാം അന്വേഷിക്കുന്നതല്ലേ? തട്ടിക്കാരുടെ 5000 രൂപ കൊടുക്കാറുണ്ട്. ആ പൈസ എല്ലാം അവള് കൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുവായിരുന്നു. അവള് ഇതെങ്ങനെ പോയെന്ന് അറിയത്തില്ല, ഒറ്റ പൈസ ഒന്നുമില്ല എന്റെ. അങ്ങനെ ഇത് അവിടെ സാധനമായിരുന്നു ഇതിനകത്ത് വെച്ചത്, എനിക്കറിയത്തില്ല. അതിന്റെ പൈസ ഒന്നും എല്ലാം അവിടെ അക്കൗണ്ടിലോട്ടാ പോയത്. ഇനിയെങ്കിലും ചേട്ടാ ഒരു കാര്യം എനിക്കറിയത്തില്ല മോനെ, എനിക്കറിയത്തില്ല. അത് പാവമാണ്, ഒന്നുമില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ കൊടുത്തത്. എന്റെ ചേട്ടാ അങ്ങനെ ആ ചേച്ചി കൂടുതൽ ചേച്ചി വന്ന് പറഞ്ഞു, അത് പോണ്ട ഞാൻ കൊടുത്തത്. ചേട്ടാ പലരും അങ്ങനെ വരും. അപ്പൊ നമ്മൾ ജോലിക്ക് നിർത്തുമ്പോ ശരിക്ക് അന്വേഷിച്ചിട്ട് വേണം. ഒന്നുമില്ല, കാപ്പാടില്ല അതെന്ന് പറഞ്ഞിട്ട് അറിയോളാം. അങ്ങനെ പല നീ ഒന്ന് നോക്കണ്ടായോളാ. നീ ഇവിടെ ചേട്ടാ ഞാൻ ഇങ്ങ വന്നിട്ട് 12 വർഷമായി. എനിക്കറിയാം ആളുകളെ. നീ അതാ പറയണ്ടല്ലോ. ഞാൻ അവിടെ പണിയിൽ തിരക്കിലല്ലായിരുന്നു ചേട്ടാ. ചരക്ക് ഇത്ര ആളുകൾ ഇത്രയും സാമാനം കൊണ്ട് നീ നോക്കണ്ട. നിന്റെ സാമാനം ഞാൻ നോക്കത്തില്ല. ചേട്ടാ എന്നോട് ഒരു വാക്ക് പറയണ്ടേ? വീട്ടിൽ പോയപ്പോ ഒരു വാക്ക് എന്നോട് പറയണ. ഞാൻ പറഞ്ഞിട്ടല്ലേ ഇവിടെ പോയെ? ഞാൻ അറിഞ്ഞില്ല. എന്ത് ചട്ടിക്കാർക്ക് എന്താ പറയും?
5000 രൂപയുടെ ചട്ടി ഇന്നലെ കൊണ്ടുവച്ചു. ഞാൻ വലിയ സന്തോഷിച്ചിരിക്കുവായിരുന്നു. എല്ലാം തീർന്നു, എല്ലാം അവിടെ അക്കൗണ്ടിലോട്ടാ പോയത്. എന്നെ പറ്റിച്ച് അത് മോലാളി എന്ന് വിളിച്ച് എന്നെ സൂപ്പിച്ച് എന്റെ പൈസ എല്ലാം കൊണ്ടുപോയി. ഞാനിനി എന്ത് ചെയ്യുന്നു? എന്റെ പൈസ എല്ലാം പോയി. ചേട്ടാ ചേട്ടാ കുഴപ്പമില്ല ചേട്ടാ, സങ്കടപ്പെടണ്ട. പോയത് പോട്ടെ, സാറില്ല. ചിന്നത്തെ കഴിഞ്ഞു അയാൾ വരണ്ട കുടിക്കാൻ പറ്റുള്ളതാ.